വെൽനെസ് ആണ് ഇനി അടുത്ത ഫ്യൂച്ചർ. രോഗമില്ലാണ്ട് എങ്ങനെ ജീവിക്കാം? നമ്മുടെ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദറിനൊന്നും വലിയ അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇന്നിപ്പോ ചെറിയ കുട്ടികൾക്ക് പോലും ഭയങ്കര കടിച്ചാപ്പൊട്ടാത്ത പേരുകളൊക്കെയാണ് ചില അസുഖത്തിന്റെ ഒക്കെ പേര്. മാഡം എന്തിനാണ് എനിക്ക് ഇവിടെ നീഡിൽ കുത്തിയത്? ഈ ഒരു പോയിന്റിന്റെ പേര് LI4 എന്നാ പറയാ. പെയിൻ കില്ലേഴ്സ് ആയിട്ടുള്ള പോയിന്റ് ആണത്. സോളിനെ പ്യൂരിഫൈ ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താന്ന് വെച്ചാൽ ഫോർഗീവ്നെസ്. ബോഡി ഹെൽത്തി ആയിട്ടിരിക്കണം, മൈൻഡ് ഹെൽത്തി ആയിട്ടിരിക്കണം, സോൾ ഹെൽത്തി ആയിട്ടിരിക്കണം. ഇത് മൂന്നും കൂടിയതാണ് നമ്മുടെ മനുഷ്യ ശരീരം എന്ന് പറയുന്നത്. ജനിച്ചത് മുതൽ സംസാരിക്കാൻ പറ്റാത്തൊരു കുട്ടി അമ്മ എന്ന് വിളിച്ചു എന്ന് പറയുമ്പോൾ ആ അമ്മയുടെ കണ്ണിലുണ്ടാവുന്ന ഒരു വെളിച്ചം ഉണ്ടല്ലോ, ഹാപ്പിനെസ്. ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് കേരളത്തിൽ കല്യാണം കഴിച്ചു എന്നുള്ളത് തന്നെയാണ്. ഓഫ്കോഴ്സ് എന്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് തന്നെയാണ്. മൈൻഡ് ഹെൽത്തി ആവണമെങ്കിൽ ഒന്നുമില്ല, നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ടാവുക, അതേപോലെ തന്നെ ഹാപ്പി ആയിട്ടുള്ള മൂമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാം. ഈ അക്യുപഞ്ചർ ഒരു വെൽനെസിന്റെ ഭാഗമാണ്. അത് ഫുൾ വെൽനെസ് എന്ന് പറയാനായിട്ട് സാധ്യമല്ല. അക്യുപഞ്ചറിനും ഈ പറഞ്ഞ പോലെ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എല്ലാ രോഗത്തിനും നമുക്ക് ഫലപ്രദമാണ്. ഈ എല്ലാ രോഗവും വന്ന മനുഷ്യന്മാരുടെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് അവർക്ക് ഫലപ്രദം കിട്ടത്തുള്ളൂ. റിഗ്രറ്റ് എന്നുള്ള ഒരു സംഭവം ആക്ച്വലി തോന്നുന്ന സമയത്ത് പോലും ഞാൻ അതിനെ ഓവർകം ചെയ്യും. മാഡം, എനിക്ക് ഓൾറെഡി നല്ല തലവേദനയാണ്. അത് മേ ബി AC-യും ടയേർഡ് ആയിട്ടുള്ളതും അങ്ങനെ ഈ ലൈറ്റ്നിങ്ങും എല്ലാം കൊണ്ടായിരിക്കും. മാഡം എന്തിനാണ് എനിക്ക് ഇവിടെ നീഡിൽ കുത്തിയത്? ആക്ച്വലി ഈ ഒരു പോയിന്റിന്റെ പേര് LI4 എന്നാ പറയാ. അതായത് നമ്മുടെ ഈ തള്ളവിരലിന്റെയും ചൂണ്ടുവിരലിന്റെ ഇൻ ബിറ്റ്വീൻ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു പാർട്ട് ഉണ്ട്. ഇവിടെയാണ് ഞാൻ ഇപ്പൊ താങ്കൾ നീഡിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന. അവിടെ നീഡിൽ ചെയ്യുമ്പോൾ വേദന ഉണ്ടായിരുന്നോ? ഇല്ല. ഓക്കെ അല്ലേ? അതെ. പലപ്പോഴും പലരും തെറ്റിദ്ധരിക്കണം എന്ന് വെച്ചാൽ ഇത് മുടിനാരിന്റെ അത്ര തിക്നെസ് ആയിട്ടുള്ള നീഡിൽസ് ആണ്. ആക്ച്വലി ഈ മുടിനാരിന്റെ അത്ര തിക്നെസ് ആയിട്ടുള്ള ഈ നീഡിൽ കുത്തി എന്ന് വിചാരിച്ച് പെയിൻ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ പോയിന്റിൽ എന്താണ് ഇൻസേർട്ട് ചെയ്യാൻ കാരണം എന്താന്ന് വെച്ചാല് നമ്മള് തലവേദനയുടെ പെയിൻ കില്ലേഴ്സ് ആയിട്ടുള്ള പോയിന്റ് ആണത്. തലവേദനയുടെ മാത്രമല്ല, പല്ലുവേദന, അതുപോലെ തന്നെ കണ്ണുവേദന, മൂക്കുവേദന, അങ്ങനെ വരുന്ന നമ്മുടെ സെൻസ് ഓർഗൻസ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും ഫലപ്രദമായിട്ടുള്ള ഒരു പോയിന്റ് ആണത്. അപ്പൊ ഇത് എത്ര നേരം ഇങ്ങനെ വെക്കാം? അത് 20 മിനിറ്റ്സ് ആണ് നമ്മൾ വെക്കേണ്ടത്. ഇനിയിപ്പോ നീഡിൽസ് നമ്മൾ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള അക്യുപഞ്ചറിസ്റ്റിനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ആ പോയിന്റിൽ കൈവച്ചിട്ട് പ്രഷർ കൊടുക്കാം. ഒരു 60 പ്രാവശ്യം ക്ലോക്ക് വൈസും 60 പ്രാവശ്യം ആന്റി ക്ലോക്ക് വൈസും നമുക്ക് പ്രഷർ കൊടുക്കാം. അപ്പൊ ഈ പല അലർജീസും ഉണ്ടല്ലോ, ഇപ്പൊ സ്കിൻ അലർജി ആണെന്നുണ്ടെങ്കിലും, അപ്പൊ അത് അക്യുപഞ്ചറുമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് റിക്കവർ ആവാൻ പറ്റും? തീർച്ചയായിട്ടും. കാരണം അലർജി എന്ന് പറയുമ്പോൾ ഒരു ഓട്ടോമ്യൂൺ ഡിസോർഡർ ആണ്. അപ്പൊ അതിനെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ട്രീറ്റ്മെന്റ് ഉണ്ട്. അത് സ്കിൻ അലർജി ആയാലും ചില ആൾക്കാർക്ക് ഭയങ്കര സ്നീസിങ്, മൂക്ക് ചൊറിച്ചില്, കണ്ണ് ചൊറിച്ചില്, തൊണ്ട ചൊറിച്ചില്, അങ്ങനെ അസഹ്യമായ ഡസ്റ്റ് അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതിന് നല്ല രീതിയിൽ എഫക്റ്റീവ് ആണ്. മാം, എല്ലാവരും പറയുന്നുണ്ട് നമുക്ക് ഹെൽത്തി ബോഡി വേണം, ഹെൽത്തി മൈൻഡ് വേണം, പക്ഷെ അത് എങ്ങനെയാണ് അച്ചീവ് ചെയ്യേണ്ടതെന്ന് ആർക്കും അറിയില്ല. അപ്പൊ അക്കോർഡിംഗ് ടു യു അതെങ്ങനെയാണ് നമുക്ക് മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റുന്നത്? ആക്ച്വലി ഹെൽത്തി ബോഡിയും ഹെൽത്തി മൈൻഡും മാത്രം പോരാ നമുക്ക്. കാരണം അക്കോർഡിംഗ് ടു ദ WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡെഫിനിഷൻ പ്രകാരം വാട്ട് ഈസ് ഹെൽത്ത് എന്ന് വെച്ചാൽ ഹെൽത്ത് ഈസ് ഫിസിക്കലി, മെന്റലി ആൻഡ് സോഷ്യലി വെൽബീയിങ്. ഒരു മാറ്ററും കൂടി നമുക്ക് ഇപ്പൊ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഈസ് സ്പിരിച്വലി, സോൾ കണക്ഷൻ. അപ്പൊ അതിൽ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഫിസിക്കൽ മൈൻഡ്, അതുപോലെ ബോഡി, സോള്, ഇത് മൂന്നും കൂടിയതാണ് നമ്മുടെ മനുഷ്യ ശരീരം എന്ന് പറയുന്നത്. അപ്പൊ അത് ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ ഒന്ന് ബോഡി, താങ്കൾ ചോദിച്ച പോലെ ബോഡി ഹെൽത്തി ആയിട്ടിരിക്കണം, മൈൻഡ് ഹെൽത്തി ആയിട്ടിരിക്കണം, അതേപോലെ തന്നെ സോൾ ഹെൽത്തി ആയിട്ടിരിക്കണം. അപ്പൊ ഈ ബോഡി ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ ഈ ബോഡിക്ക് എന്തൊക്കെ നമ്മൾ കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കണം, എക്സസൈസ് കൊടുക്കണം. പണ്ട് കാലത്തിലുള്ള നമ്മുടെ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദറിനൊന്നും വലിയ അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇന്നിപ്പോ ചെറിയ കുട്ടികൾക്ക് പോലും ഭയങ്കര കടിച്ചാപ്പൊട്ടാത്ത പേരുകളൊക്കെയാണ് ചില അസുഖത്തിന്റെ ഒക്കെ പേര്. നിലത്തിരുന്നിട്ട് എണീക്കാൻ വയ്യ, മുട്ടുവേദന, കാലുവേദന, നടുവേദന എല്ലാം ഉണ്ട്. അപ്പൊ നമ്മുടെ ജീവിതശൈലി ശരിയല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എക്സസൈസ് ഇല്ല എന്ന് വെച്ചാൽ പണ്ട് കാലങ്ങളിലൊക്കെ മെഷീൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മൾ കൈകൊണ്ട് തന്നെ എല്ലാം ചെയ്യണം. അപ്പൊ ഇന്നത്തെ കാലത്ത് ഫെസിലിറ്റീസ് കൂടുതലാണ്, ഉപകരണങ്ങൾ കൂടുതലാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ അധ്വാനങ്ങൾ കുറഞ്ഞു. ഫുഡാണെങ്കിലും എന്ത് ഫുഡും കിട്ടും, ന്യൂട്രീഷൻസ് ഫുഡ് ശരിയായ വണ്ണം കഴിക്കുന്നില്ല. പിന്നെ താങ്കൾ ചോദിച്ചാൽ മൈൻഡ് ഹെൽത്തി ആവണമെങ്കിൽ ഒന്നുമില്ല, നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ടാവുക, അതേപോലെ തന്നെ ഹാപ്പി ആയിട്ടുള്ള മൂമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുക. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അപ്പൊ നമ്മളെ ആരും ഹാപ്പി ആക്കാൻ വരുന്നില്ലല്ലോ, നമ്മൾ എങ്ങനെയാണ് ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത്. ഹാപ്പി എന്ന് പറയുന്നതൊന്നും ഒരാളും കൊണ്ടുവന്ന് തരാം എന്ന് പറഞ്ഞിരുന്നാൽ കാലാകാലം മരണം വരെ ഇങ്ങനെ ചില ഫോട്ടോ കണ്ടില്ലേ, സ്കെൽട്ടൻ ആയാലും ഇങ്ങനെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് ആരും കൊണ്ടുവന്ന് തരത്തൊന്നുമില്ല. നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. കാരണം നമ്മൾ വിശ്വസിക്കണം എന്താ വെച്ചാൽ നമ്മളെല്ലാവരും ഈശ്വരവിശ്വാസികളാണ്. ഈശ്വരവിശ്വാസികൾ എല്ലാത്തവരും ഇതിലുണ്ടാവും. എന്നാലും പറയാണ്, നമുക്ക് ദൈവം തമ്പുരാന് വേണ്ടാത്ത ഒരു സൃഷ്ടിപ്പിനെയും ഈ ലോകത്ത് സൃഷ്ടിച്ചിട്ടില്ല. അപ്പോ നമ്മളെല്ലാം നമുക്ക് അറിയാം, നമ്മൾ ഒരു മനുഷ്യ ജന്മം ഉണ്ടാവണമെങ്കിൽ കൊടാനക്കോടി ബീജങ്ങളിൽ നിന്നാണ്
ഒരു അണ്ടവുമായിട്ട് ചേർന്നിട്ട് ഒരു മനുഷ്യ ജീവൻ ഉണ്ടാവുന്നത്. അപ്പൊ അത്രയും ബീജങ്ങൾ ഫൈറ്റ് ചെയ്തിട്ട് ഒരു ബീജമാണ് അണ്ടവുമായിട്ട് ചേരുന്നത്. ബാക്കി ബീജങ്ങളെല്ലാം അവിടെ ചത്തുപോവുക ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ എന്തോ സ്പെഷ്യലാണ്. അപ്പൊ ദൈവത്തിന് സ്പെഷ്യൽ ആയത് കൊണ്ടാണ് നമ്മൾ പുറത്തു വന്നത്. അപ്പൊ നമ്മളുടെ കഴിവ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഒരു കഴിവും ഇല്ലാത്തവനെ ദൈവം തമ്മിൽ സൃഷ്ടിച്ചിട്ടുമില്ല. അപ്പോ നമ്മളുടെ കഴിവ് എന്താണോ, നമുക്ക് ഹാപ്പിനെസ് തരുന്ന എന്താണോ, അത് സമൂഹത്തിന് ദോഷം ചെയ്യാത്ത രീതിയിൽ നമ്മൾ പറയാം എനിക്ക് ഹാപ്പിനെസ് തരുന്നത് കുറെ കള്ളു കുടിക്കുക, കുറെ പ്രശ്നം ഉണ്ടാക്കുക, ഇതാണ് എന്റെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പബ്ലിക്കിൽ ഇറങ്ങി അത് ചെയ്ത പബ്ലിക്കിന് പ്രശ്നമാണ്. അപ്പോ നമ്മൾ ശരിയായ രീതിയിൽ നമ്മുടെ ബോഡിക്ക് കോട്ടം തട്ടാത്ത രീതിയിലും സമൂഹത്തിന് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഹാപ്പിനെസ് ആണെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ചെയ്യാന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഓരോ ജന്മത്തിനും ഓരോ സോൾ പർപ്പസ് ഉണ്ട്. ആ സോൾ പർപ്പസ് തീർന്നാലേ നമ്മൾ മരിച്ചു പോകത്തുള്ളൂ. അപ്പൊ ആ സോൾ പർപ്പസ് കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ശ്രമിക്കണം. അപ്പൊ സോളിനെ പ്യൂരിഫൈ ചെയ്യണം. ഈ സോളിനെ പ്യൂരിഫൈ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് വേണം? ഈ സോളിനെ പ്യൂരിഫൈ ചെയ്യണമെങ്കിൽ പലപ്പോഴും പലരും പറയുന്ന ഒരു കാര്യമാണ് ആത്മാവാണ്. സോൾ എന്ന് പറയുമ്പോൾ ആത്മാവാണ്. ആത്മാവിനെ ശുദ്ധീകരിക്കാനായിട്ട് ആത്മീയത കൂട്ടണം എന്ന് പറയും. അപ്പൊ ആത്മീയത കൂട്ടിയാൽ ഇപ്പൊ പലരും പറയും, പലരും പള്ളിയിൽ പോകുന്നു, അമ്പലത്തിൽ പോകുന്നു, ചർച്ചിൽ പോകുന്നു, ഇതെല്ലാം പോയി ദൈവത്തിനെ വിളിച്ചിട്ട് നേരെ തൊട്ടിറങ്ങി വരുമ്പോൾ ആരെങ്കിലും ഒക്കെ കുറ്റം പറഞ്ഞുകൊണ്ടായിരിക്കും വരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് മാത്രല്ല, നമ്മള് വാട്ട് ഈസ് മീൻ ബൈ പ്രയർ എന്ന് വെച്ചാൽ ദൈവവും നമ്മളും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. ആ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഭയങ്കര കോൺഷ്യസ്നെസ് ഹൈയിൽ നിൽക്കണം. ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത്. ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് പണ്ടങ്ങാണ്ട് മറന്നു വെച്ച താക്കോലിന്റെ ഇതും കുക്കറിൽ എത്ര വിസിലടിച്ചു എന്നുള്ളതും ഇതൊക്കെ ഓർമ്മ വരുന്നത്. ദാറ്റ് ഈസ് നോട്ട് എ റിയൽ പ്രയർ. അപ്പോ നമ്മൾ എപ്പോഴും അതുപോലെ തന്നെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സോൾ പർപ്പസ് അല്ലെങ്കിൽ സോളിനെ പ്യൂരിഫൈ ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താന്ന് വെച്ചാൽ ഞാൻ പറയാ ദാറ്റ് ഈസ് ഫോർഗീവ്നെസ്. അതായത് ക്ഷമിക്കുക എന്നുള്ളത്. നമുക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിച്ച ആൾക്കാരുണ്ടാവും, തേച്ചൊട്ടിച്ച ആൾക്കാരുണ്ടാവും, ഭയങ്കരമായിട്ട് നമ്മളെ മെന്റലി ഹരാസ് ചെയ്ത ആൾക്കാരുണ്ടാവും, ഇൻസൾട്ട് ചെയ്ത ആൾക്കാരുണ്ടാവും. ഇവരെയൊക്കെ നമ്മൾ ഉള്ളുകൊണ്ട് ക്ഷമിച്ചു കൊടുക്കുക. അതാണ് സോള് പ്യൂരിഫൈ ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം. പിന്നെ ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മൾ കുറെ ധർമ്മം ചെയ്യാം. നമ്മൾ ചാരിറ്റി ചെയ്യാം. ചാരിറ്റി ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മളോ കടം, നമ്മൾ തന്നെ ലോണിലാണ് ഓടുന്നത്, നമ്മൾ ഒരു മനുഷ്യനെ എങ്ങനെ സഹായിക്കാനെന്നുള്ള ചിന്താഗതിയെ നമുക്ക് വരാം. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ കയ്യിൽ ഒരു 100 രൂപ ഉണ്ടെങ്കിൽ 10 രൂപ നമ്മളുടെ അല്ല, അത് അവകാശപ്പെട്ട അല്ലെങ്കിൽ അർഹതപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് കുറെ പൈസ കിട്ടിയിട്ട് ചാരിറ്റി ചെയ്യാന്ന് പറഞ്ഞാൽ അത് നടക്കൂല. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് നിൽക്കാൻ പറ്റും. അപ്പൊ മാം, കൺസിഡറിങ് അക്യുപഞ്ചർ ആസ് എ ട്രീറ്റ്മെന്റ്, എല്ലാ അസുഖങ്ങളും അക്യുപഞ്ചർ വെച്ച് നമുക്ക് മാറ്റാൻ പറ്റുമോ? എല്ലാ അസുഖങ്ങളും എല്ലാ സിസ്റ്റത്തിനും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിലും അക്യുപഞ്ചറിനും ഈ പറഞ്ഞ പോലെ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എല്ലാ രോഗത്തിനും അക്യുപഞ്ചർ ഫലപ്രദമാണോ എന്ന് ചോദിച്ചാൽ അക്കോർഡിംഗ് ടു അവർ റെഫറൻസ് ആൻഡ് ബുക്സ് പറയുന്നത് ആണെന്ന് തന്നെയാണ്. പക്ഷെ ഈ എല്ലാ രോഗത്തിനും നമുക്ക് ഫലപ്രദമാണ്. പക്ഷെ ഈ എല്ലാ രോഗവും വന്ന മനുഷ്യന്മാരുടെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് അവർക്ക് ഫലപ്രദം കിട്ടത്തുള്ളൂ. ഇപ്പൊ നമ്മൾ ഒരു ആയുർവേദത്തിൽ പറയാണ്, ചില മെഡിസിൻസ് കഴിക്കുമ്പോൾ കഷായമൊക്കെ അവർ കുടിക്കുമ്പോൾ പറയും നിങ്ങൾക്ക് പഥ്യമുണ്ട്, നിങ്ങൾ നോൺ വെജ് കഴിക്കരുത്, പാല് കുടിക്കരുത്. അപ്പൊ ഇതെല്ലാം കഴിച്ചിട്ട് ഈ കഷായം കുടിച്ചിട്ട് അവർ പറയണ എനിക്ക് ഒരു റിസൾട്ടും ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അക്യുപഞ്ചറിൽ നമ്മൾ അങ്ങനെ വലിയ പഥ്യം ഇല്ലെങ്കിൽ ചെറിയ ക്രൈറ്റീരിയാസ് ഉണ്ട്, ചില മാനദണ്ഡങ്ങളൊക്കെ പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എഫക്റ്റീവ് ആവത്തില്ല. ജറീന ജാസ്മിൻ എന്ന് പറയുന്ന ഒരു പേഴ്സൺ ലൈഫിലെ ഉണ്ടായ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് എന്താണ്? ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ റിഗ്രറ്റ് തോന്നിയിട്ടുണ്ട്, ഇതൊന്നും വേണ്ടായിരുന്നു, അങ്ങനെ തോന്നിയിട്ടുണ്ട്? എല്ലാവർക്കും ഉണ്ടാവല്ലോ, ഓഫ് കോഴ്സ്. നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, എല്ലാ വൈകാരികതയും ഉള്ള ആൾക്കാരാണ്. ഇപ്പൊ താങ്കൾ ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഞാൻ കേരളത്തിൽ കല്യാണം കഴിച്ചു എന്നുള്ളത് തന്നെയാണ്. കാരണം കേരളത്തിന്റെ ഒരു മരുമകളാണല്ലോ നമ്മള്. ഞാൻ ഒരുപക്ഷെ ലക്ഷദ്വീപിലായിരുന്നെങ്കിൽ എനിക്ക് നല്ല രീതിയിലുള്ളൊരു പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫാണ് അവിടെ. എല്ലാവരും നല്ല ആൾക്കാരാണ്, അവിടെ ജീവിച്ചു പോവാം. പക്ഷെ എന്നാൽ പോലും എന്റെ ഒരു കരിയർ ഗ്രോത്ത് എനിക്ക് ഉണ്ടാവില്ല. കാരണം അവിടെ അങ്ങനെ വലിയ ഗ്രോത്ത് ഒന്നും കിട്ടത്തില്ല. പിന്നെ അവിടെ അധികം ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. എനിക്കൊരു പക്ഷെ എന്തെങ്കിലും ഒരു ഗവൺമെന്റ് ജോലി കിട്ടി ഞാൻ അവിടെ ഇരുന്നേനെ. പക്ഷെ അത് മോശം ജോലിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. എല്ലാവരും ഇന്നത്തെ കാലത്ത് ഗവൺമെന്റ് ജോബിന് വേണ്ടി കഷ്ടപ്പെടുക. അതെ, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എക്സ്പോഷർ കിട്ടത്തില്ല. പിന്നെ ഞാൻ ഓഫ് കോഴ്സ് എന്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞ ഹസ്ബൻഡ് തന്നെയാണ്.
കാരണം അദ്ദേഹം സപ്പോർട്ട് ഇല്ലെങ്കിൽ ആസ് എ വൈഫ് നമുക്കൊരു കുടുംബജീവിതവും അതേപോലെ തന്നെ പ്രൊഫഷണൽ ലൈഫും രണ്ടും വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഹസ്ബൻഡ് സപ്പോർട്ട് ഇല്ലാണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പൊ എന്റെ ഒരു ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കല്യാണം തന്നെയാണ്. അതെ അതെ അതെ. അപ്പൊ റിഗ്രറ്റ് എന്ന് പറയുമ്പം എനിക്ക് ഇന്നേ വരെ ഈ പ്രൊഫഷണലോട് ഒരു റിഗ്രറ്റ് തോന്നിയിട്ടില്ല. പലപ്പോഴും തോന്നുന്നത് എന്താന്ന് വെച്ചാൽ ഇതിന്റെ പേരിൽ മറ്റുള്ള ആൾക്കാര് ഈ പറഞ്ഞ ഇപ്പൊ താങ്കൾ നേരത്തെ ചോദിച്ച പ്രസവത്തിന്റെ കേസ്, അത് അങ്ങനെ ഇതിന് ഭയങ്കര ഡീഗ്രേഡ് ചെയ്ത് കാണുന്ന ആൾക്കാരുണ്ട്, ഡീഗ്രേഡ് ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന തെറാപ്പിസ്റ്റുമാരുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഇതിനെ ഹൈലി പ്രൊഫഷണലി കൊണ്ടുവരുമ്പോൾ, ഒരു ഇന്റർനാഷണൽ ലെവലിലോട്ട് ഇതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ മറ്റു ചിലർ അതിനെ വെറും ഷൂ എന്നുള്ള രൂപത്തിൽ താഴത്തോട്ട് ഇറക്കുമ്പോൾ നമുക്ക് റിഗ്രറ്റ് തോന്നും. ഞാൻ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ടു, ഞാൻ രാപ്പകലില്ലാണ്ട് കഷ്ടപ്പെട്ട്. നമുക്കറിയാം ഇതൊരു ബ്രാൻഡാണ്, എന്റെ ബ്രാൻഡിന്റെ പേര് ബാക്ക് ടു ബാലൻസ് എന്നാണ്. അപ്പൊ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ചില്ലറ പാടൊന്നും അല്ല ഉള്ളത്. നമ്മൾ അഹോരാത്രം പ്രവർത്തിക്കണം, നമ്മളെല്ലാരും ഉറങ്ങുന്ന സമയത്ത് നമ്മൾ എണീറ്റിരുന്ന് പണിയെടുക്കണം. അപ്പോ അതിൽ റിഗ്രറ്റ് എന്നുള്ള ഒരു സംഭവം ആക്ച്വലി തോന്നുന്ന സമയത്ത് പോലും ഞാൻ അതിനെ ഓവർകം ചെയ്യും. ഇത് ഓവർകം ചെയ്യുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാല്, എനിക്ക് റിഗ്രറ്റ് തോന്നി, അല്ലെങ്കിൽ എന്റെ പ്രൊഫഷനിൽ എനിക്കൊരു മടുപ്പ് തോന്നി, അല്ലെങ്കിൽ എന്നെ ഇനി ഇത് വേണ്ട, എന്നെ എല്ലാവരും ഇങ്ങനെ ഹരാസ് ചെയ്യുന്നു, പിന്നെ ഞാൻ എന്തിനാ ഇതിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത്, ഈ പ്രൊഫഷനിലും കൊണ്ട് ഞാൻ എന്തിനാ നിൽക്കുന്നത് എന്ന് ചിന്തിക്കുന്ന സമയത്തൊക്കെ എന്റെ മനസ്സിൽ കയറി വരുന്നത്, എന്റെ മനസ്സിൽ വരുന്നതും ഒക്കെ മെമ്മറിയിൽ വരുന്നതെന്ന് വെച്ചാൽ, എന്നെ പ്രതീക്ഷിച്ച് വരുന്ന കുറേ പേഷ്യൻസ് ഉണ്ട്, എന്നെ പ്രതീക്ഷിച്ച് വരുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അതും സാധാ കുട്ടികളല്ല, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ, അവർക്കൊക്കെ ഫ്രീ ട്രീറ്റ്മെന്റ് ആണ് നമ്മുടെ അവിടെ. അതാ പറയാൻ നമ്മുടെ അവിടുത്തെ മോട്ടോ തന്നെ പൈസ ഇല്ലെങ്കിലും ചികിത്സ മുടക്കരുത് എന്നുള്ളതാണ്. അപ്പൊ അത്രയും നല്ല ഇത് വരുമ്പോ ഞാൻ എനിക്ക് വേണമെങ്കിൽ ഡിപ്രഷൻ അടിച്ച് കമന്ന് കിടക്കാം. അപ്പൊ അങ്ങനെ വരുമ്പം ഇവരാര് നോക്കും? അപ്പൊ അവർക്ക് അറിയില്ല എന്നെ ഇങ്ങനെ കുറെ സമൂഹം എന്നെ ഡിപ്രസ്ഡ് ആക്കിയതാണ്, സമൂഹം എന്നെ ക്രിട്ടിസൈസ് ചെയ്ത്. പക്ഷെ എന്റെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് എന്ന് പറയണത്, അവര് നമ്മളോട് പറയില്ല എനിക്കിപ്പം മാറിയിട്ടോ, അല്ലെങ്കിൽ ഒരു ആശ്വാസം ഉണ്ട് കേട്ടോ, ഇത് ജീവിതത്തിൽ ജനിച്ചത് മുതൽ സംസാരിക്കാൻ പറ്റാത്തൊരു കുട്ടി അമ്മ എന്ന് വിളിച്ചു എന്ന് പറയുമ്പോൾ ആ അമ്മയുടെ കണ്ണിലുണ്ടാവുന്ന ഒരു വെളിച്ചം ഉണ്ടല്ലോ, ഹാപ്പിനെസ്. അതിൽ കൂടുതൽ എനിക്ക് ആ റിഗ്രറ്റ് എന്ന് പറയുന്ന ഒരു വേർഡിനോടെ അത് മറന്നുപോകും. അതാണ് എന്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ശരിക്കും. അതുകൊണ്ട് അങ്ങനെ റിഗ്രറ്റ് എന്നുള്ളത് ഇതുവരെ തോന്നിയിട്ടില്ല. പിന്നെ എപ്പോഴും പ്രാർത്ഥിക്കും, കാരണം എനിക്ക് ആരോഗ്യം ഉണ്ടെങ്കിലാണ് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്ക് വലിയ രോഗങ്ങളൊന്നും തരല്ലേ എന്നുള്ളത്, അത് എനിക്ക് വേണ്ടി മാത്രമല്ല, നമ്മളെ ഇഷ്ടപ്പെട്ട് വരുന്ന നമ്മുടെ സമൂഹത്തിനും നമ്മുടെ പേഷ്യൻസിനും ആൾക്കാർക്കൊക്കെ വേണ്ടി, അവർക്കും നല്ല രീതിയിൽ രോഗമുക്തി കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു ആഗ്രഹം. ഈ അക്യുപഞ്ചർ പഠിക്കണം എന്നൊരാൾ ആഗ്രഹമായി വന്നാൽ അതിനിപ്പോ ഓപ്പർച്യൂണിറ്റീസ് ലൈക്ക് ഇപ്പൊ കേരളത്തിൽ എവിടെയാണ് അങ്ങനെ ഒരു അവൈലബിലിറ്റി ഉള്ളത്? ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് കേരളത്തില്. പക്ഷെ നമുക്കൊരു സ്ഥാപനമുണ്ട്, സ്ഥാപനത്തിന്റെ പേര് MRF എന്നാണ്, മെറിഡിയൻ റിസർച്ച് ഫൗണ്ടേഷൻ. അപ്പൊ അതില് വരുന്ന എന്താന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കുന്നത്. ഡിപ്ലോമ ഉണ്ട്, അതുപോലെ തന്നെ ഡോക്ടർ ഓഫ് മെഡിസിൻ ഉണ്ട്, ബിവോക്ക് ഉണ്ട്, എംവോക്ക് ഉണ്ട്. അങ്ങനെ ഒരുപാട് കോഴ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഡ്യൂറേഷൻ നമുക്ക് ഡിപ്ലോമ എന്ന് പറയുമ്പോൾ 1.5 വർഷത്തെ കോഴ്സാണ്. ഒരു 6 മാസം നമുക്ക് കമ്പൽസറി ഇന്റേൺഷിപ്പ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ബിവോക്ക് ആണെങ്കിലും ഒരു 2.5 to 3 വർഷത്തോളം എടുക്കും കോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഉണ്ട്. അനാട്ടമി, ഫിസിയോളജി, മൈക്രോബയോളജി, പാത്തോളജി, പേഷ്യന്റ് ഹൈജീനിക്, പേഷ്യന്റ് സൈക്കോളജി, അങ്ങനെ ഒരുപാട് സിലബസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതിന്റെ ലൊക്കേഷൻ എവിടെയാണ്? ലൊക്കേഷൻ ശരിക്കും നമ്മുടെ ഓഫീസ് വരുന്നത് കളമശ്ശേരിയിലാണ്, തോഷിബ ജംഗ്ഷൻ എന്ന് പറയും. അവിടെയാണ് ബാക്ക് ടു ബാലൻസിന്റെ ക്ലിനിക്കും അതുപോലെ അക്കാഡമിയും വരുന്നത് അവിടെ തന്നെയാണ്. അപ്പൊ നമുക്ക് തിയറി ക്ലാസ്സുകളൊക്കെ കുറച്ചൊക്കെ നമുക്ക് ഓൺലൈൻ കൊടുക്കാറുണ്ട്. MRF എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനും അവിടെ തന്നെയാണ്, അതിന്റെ 2nd ഫ്ലോർ തന്നെയാണ്. അപ്പൊ ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണ്? +2 സയൻസ് നിർബന്ധമില്ല, പക്ഷെ +2 ആണ് മിനിമം ക്വാളിഫിക്കേഷൻ. അക്യുപഞ്ചറിന് ഫ്യൂച്ചറിൽ എത്രത്തോളം അക്സെപ്റ്റൻസ് കിട്ടും? ആക്ച്വലി നമുക്കിപ്പോ ഒരുപാട് ആൾക്കാരെ, എനിക്ക് നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് നല്ല ഒരു പ്രതീക്ഷയുണ്ട്. കാരണം ഈ ഒരു മേഖലയിൽ നല്ല ഫ്യൂച്ചർ ഉണ്ട്. കാരണം ഒരുപാട് ബിസിനസ്മാന്, ഒരുപാട് എന്താ പറയാ സെലിബ്രിറ്റീസ് ആൾക്കാരൊക്കെ വരുമ്പോൾ ശരിക്കും അവരുടെ അടുത്ത് അതർ സിസ്റ്റംസിൽ പോകാൻ ഉള്ള ഫിനാൻഷ്യലി ഇല്ലാഞ്ഞിട്ടല്ല നമ്മളുടെ അടുത്ത് വരുന്നത്. അപ്പൊ നമ്മളുടെ അവിടെ അത്രയും ഡ്രഗ്ലെസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്, അത്രയും ട്രസ്റ്റ്ഫുൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ പറഞ്ഞ പോലെ മെഡിസിൻസ് ഒക്കെ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടാവുന്ന ആൾക്കാരുണ്ട്, അല്ലാത്തവരുണ്ട്. ഇപ്പൊ ഡയാലിസിസ് പേഷ്യൻസ് ഒക്കെ, ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ് അതോടൊപ്പം തന്നെ ഇത് ചെയ്യാൻ വരുന്നവരുണ്ട്. ഹാർട്ട് പേഷ്യൻസ് അങ്ങനെയൊക്കെ വരുന്നുണ്ട്, പ്രത്യേകിച്ച് ബെഡ് റിഡൻ, പോസ്റ്റ് സ്ട്രോക്ക് എല്ലാം. അപ്പൊ നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ, നോട്ട് ഓൺലി ദ കേരള,
ഇന്ത്യയിലെ തന്നെ ഒരു ഭാവി എന്ന് പറയുന്നത് ശരിക്കും ഒരു വെൽനസ് തന്നെയാണ്. വെൽനെസ് ആണ്. കാരണം ആക്ച്വലി ഈ അക്യുപഞ്ചർ ഒരു വെൽനസിന്റെ ഭാഗമാണ്. അത് ഫുൾ വെൽനസ് എന്ന് പറയാനായിട്ട് സാധ്യമല്ല. വെൽനസ് ആണ് ഇനി അടുത്ത ഫ്യൂച്ചർ. കാരണം എന്താ വെച്ചാൽ രോഗമില്ലാണ്ട് എങ്ങനെ ജീവിക്കാം, രോഗം വന്ന് ചികിത്സിക്കുന്നേക്കാളും നല്ലതാണല്ലോ രോഗം വരാണ്ട് നോക്കാന്നുള്ളത്. അപ്പൊ അതിൽ ഈ പറയുന്ന എല്ലാ ഇന്റഗ്രേറ്റഡ് സിസ്റ്റവും അതിൽ പെടും. അപ്പൊ അക്യുപഞ്ചറിന് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട് എന്തായാലും. ഇത്രയും നേരം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നോളജ് നമുക്ക് ഷെയർ ചെയ്ത ജറീന ജാസ്മിൻ മാമിന് ഒരുപാട് താങ്ക്സ്. മാമിനും മാമിന്റെ സ്ഥാപനത്തിനും ഇനിയും ഒരുപാട് ഉയർച്ചകൾ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഹെൽത്ത് മലയാളം ചാനൽ ഒരുപാട് മലയാളികൾക്ക് നല്ല നല്ല ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള അവയർനെസ് കിട്ടട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.